ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. ഇപ്പം മാങ്ങ പഴുക്കാൻ തുടങ്ങിയില്ലേ. ഇനിയിപ്പോൾ പച്ചമാങ്ങ കിട്ടാൻ പണിയായിരിക്കും. അപ്പം മീൻ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്ക് മാങ്ങ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മാങ്ങയ്ക്കാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഞങ്ങൾ കോമാങ്ങ എന്ന് പറയും കേട്ടോ. വേറൊരു സ്ഥലത്തൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഓരോ മാങ്ങക്കും ഒരു പേരാണല്ലോ. നമ്മൾ കോമാങ്ങ എടുത്തത്. ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ തൊലി കളഞ്ഞ് ഇനിയിപ്പോൾ ചെറുതായിട്ട് മീനിലിടാൻ പാകത്തിനുള്ള ആ ഒരു സൈസിൽ ഇങ്ങനെ ഒരൊത്ത കട്ടിക്ക് അങ്ങനെ മുറിച്ച് എടുക്കും. അങ്ങനെ ഞാനിവിടെ കുറച്ച് തോനെ തന്നെ നല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ട് ഫ്രീസറിൽ അങ്ങോട്ട് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മാങ്ങ സീസൺ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മീൻ കറിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മീൻ കറിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ, ഇതിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. പറയുന്നവരാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നേക്കും ബൈ ബൈ.